ഇല്ലില്ല. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടുത്തെ പോലെ ഒത്തിരി ആരാധകരൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇവിടെ ജയിക്കുമെന്ന് തോന്നുന്നില്ല. വിജയിക്കും. വിജയിക്കും. എന്തുകൊണ്ടാണ് അത്രയും ഉറപ്പിച്ച് പറയാൻ കാരണം? അത് പുള്ളി നല്ല പ്രവർത്തനങ്ങളും നല്ല ഇതൊക്കെയാണ് ചെയ്തേക്കുന്നത്. നല്ല കാര്യങ്ങൾ എൻ്റെ ഇതിൽ ജയിക്കും. 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 ഇത് എത്ര ഉറപ്പിച്ച് പറയാൻ കാരണം? ഇന്ത്യൻ പാർട്ടി കേരളത്തിലുണ്ടോ? കേരളത്തിലില്ലെന്നൊന്നും എനിക്കറിയില്ല. കേരളത്തിലില്ല. ഇനി വന്നാൽ കേരളത്തിലൊന്നും അങ്ങനെ നടപടിയില്ല. ബോധമുള്ള ജനങ്ങളല്ലേ, സിനിമ നടന്മാരുടെ പറയുന്നു പോകില്ല. പിന്നെ ജയിക്കൂലേ, സുഖമായിട്ട് ജയിക്കും. കാരണം പുള്ളി കാശ് മാത്രം നോക്കിയൊന്നും പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്ന ആളൊന്നും അല്ലല്ലോ. പുള്ളി ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിലും പുള്ളി ഇവിടെ ആണെങ്കിലും പുള്ളി പാവപ്പെട്ടവന്മാരെ നല്ലോണം ഹെൽപ്പ് ചെയ്യും എല്ലാ കാര്യത്തിനും. ഇപ്പോൾ വീടില്ലാത്തവർക്ക് വീട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാം ആണെങ്കിലും ഉറപ്പായിട്ടും പുള്ളി ചെയ്യും. അത് ഉറപ്പാണ്. അത് ഇവിടെ ആണെങ്കിലും അവിടെ ആണെങ്കിലും പുള്ളി ചെയ്യും. കേരളത്തിൽ വന്നാലും അവരുടെ പാർട്ടി വിജയിക്കും. വിജയ് നിന്നായിരുന്നെങ്കിൽ ജയിച്ചാനെ. കേരളത്തിൽ നിന്നാലും വിജയ് എവിടെ നിന്നാലും അവരുടെ പാർട്ടി ജയിക്കുന്നത് ഉറപ്പാണ്. പക്ഷെ അവരുടെ ഒരു മെജോറിറ്റി ആരോപണം, അവരുടെ ഒരു പെരുമാറ്റം കാണുമ്പോൾ വിജയ് ജയിച്ചേ തീരുള്ളൂ. പക്ഷേ ഏതാളും വന്നാലും പാവങ്ങളും പൈസക്കാരും നോക്കില്ല, എല്ലാം ഒരുമിച്ച് സംസാരിക്കുന്ന ആളാണ്. വിജയ് ധിക്കരിച്ച് പോകില്ല, എല്ലാവർക്കും ആഗ്രഹമുള്ള ആളാണ്. അവൻ പടത്തിൽ അങ്ങനെ നടിച്ചാലും ആണാലും ജയിച്ചാലും അങ്ങനത്തെ വിജയിച്ച് കൊടുക്കുന്ന ഒരു വിജയമായ പാർട്ടിയാണ് വിജയ്. ആണാലും കുടുംബം നോക്കുന്നു, അതിനുമായിട്ട് കുടുംബത്തിൻ്റെ കുടുംബം നോക്കുന്ന ഒരു പാർട്ടിയാണ് വിജയ്. തമിഴ്നാടില്ല, ഏത് രാജ്യത്തിലായാലും അതിൽ ജയിക്കും. അവരുടെ പാർട്ടി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ 99% വിജയ് ജയിക്കാൻ യോഗമുണ്ട്. ഇപ്പോൾ വിജയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും യൂത്താണ്. അവരുടെ വോട്ട് എന്തായാലും കിട്ടും. യൂത്ത് പിള്ളേരുടെ വോട്ട് കിട്ടും. പാർട്ടിക്കാരുടെ വോട്ട് ഒരിക്കലും കിട്ടത്തില്ല. യൂത്ത് പിള്ളേർ വിജയനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ യൂത്ത് ഉണ്ട്. അവരുടെ വോട്ട് എന്തായാലും സപ്പോർട്ട് ഉഗ്രനായിട്ട് കിട്ടും. ഞാനടക്കം വോട്ട് ചെയ്യും. കേരളത്തിലെ ഒരു അവസ്ഥ വെച്ചിട്ട് വിജയുടെ പാർട്ടി ഇപ്പോൾ എവിടെയെങ്കിലും ഓപ്പൺ ആയിട്ടുണ്ടോ? കാസർഗോഡ് ഭാഗത്തൊക്കെ യൂണിറ്റുകൾ ഓപ്പൺ ആകുന്നൊക്കെ ഇങ്ങനെ പറയണതൊക്കെ കേട്ടിട്ടുണ്ട്. ഞാനത് ഗസ് ചെയ്യാൻ പോകുന്നത് മേ ബി അങ്ങനെ ഉണ്ടായാൽ. കേരളത്തിൽ അങ്ങനെ ഉണ്ടായാൽ ചെറുപ്പക്കാരുടെ ഇടയിൽ അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു ചിന്ത കടന്നു വന്നാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ന്യൂജനാകട്ടെ ഇല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിലെ പോലെ ഒന്നും കേരളത്തിൽ ഏഷ്യ അത് ഉറപ്പായിട്ടും. കാരണം വെച്ചാൽ ഇവിടെ പ്രഗത്ഭന്മാരായിട്ടുള്ള സിനിമാ നടന്മാരുടെ ഒന്നും പുറകെ നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഉള്ളൊരു സംഭവം അല്ല നിലവിലുള്ളത്. തമിഴ്നാട്ടിലൊരു പക്ഷേ അത് നടക്കുമായിരിക്കാം. ഇവിടെ അങ്ങനെ ഒരു സംഭവം ഒരു കത്തിക്കയറി നടക്കണമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായമില്ല. തമിഴ്നാട്ടിലതൊക്കെ തമിഴ്നാട്ടിൽ ഇപ്പം അയാളുടെ രാഷ്ട്രീയ പാരമ്പര്യം വെച്ചിട്ട് ഇപ്പം അയാളൊരു സിനിമാ നടനിൽ ഉപരി എന്നാ പറയുന്നത്, കരുണാനിധിയുടെ കാലം മുതൽക്ക് തന്നെ അയാളുടെ അച്ഛൻ സിനിമാ നിർമ്മാതാവായിരുന്നു. അതേപോലെ തന്നെ കരുണാനിധിയൊക്കെ ആയിട്ട് രാഷ്ട്രീയത്തിലും പൊളിറ്റിക്സിലുമൊക്കെ അതേക്കുള്ള ബന്ധമുണ്ടായിരുന്നു. ആ ഒരു ഇതിലൂടെയൊക്കെ ഈ 2 വർഷം കൊണ്ട് TDK എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ചു. പക്ഷേ അത് കേരളത്തിൽ അങ്ങനെ വലിയ കാര്യമായിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ അഭിപ്രായമില്ല. ജയിക്കും. വിജയ് ഒരു നല്ല മനുഷ്യനാണെന്ന് തോന്നണം. നമുക്കറിയില്ല. എന്നിട്ട് കാര്യമില്ല, ജയിക്കില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം വിജയ് ഒരു സിനിമാ നടനാണല്ലോ. അതുമാത്രമല്ല, അദ്ദേഹം കൂടുതൽ ഫാനുകളുള്ളത് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലാണ്. കേരളത്തിൽ വന്നിട്ട് ഏതാണ്ട് കുറച്ച് ആളുകളേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഫാൻ എന്ന് പറയാനായിട്ട്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഉള്ളിടത്തോളം കാലം വിജയിക്കൊരു സാധ്യത അവിടെ ഇല്ല. ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും കിഴക്കൻ മേഖലകളിലൊക്കെ, അത്രേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് വലിയ ചലനങ്ങളൊന്നും കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ല. എന്തുകൊണ്ടാ? ഇപ്പോൾ ഇവിടെ അതിനുള്ള സാഹചര്യമൊന്നുമില്ല. സാഹചര്യമില്ല. തമിഴ്നാട്ടിൽ തരാതിരിക്കണം. ജയിക്കത്തില്ല. സാധ്യത ഒരു തമിഴ്നാടിന് സാധ്യത വളരെ കുറവാണ്. സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ? കേരളത്തിൽ ഇഷ്ടം പോലെ തമിഴ് ആൾക്കാരുണ്ട്. പിന്നെ നമ്മുടെ ആൾക്കാർ ചെയ്യുമെന്നറിയില്ല. പക്ഷെ തമിഴ് ആൾക്കാർ ജയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ മറ്റുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാ നോക്കിയാൽ നമുക്ക് പറയാൻ കഴിയും. തീർച്ചയായിട്ടും ജയിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ജയിക്കാൻ സാധ്യത. അത്രയധികം ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ട് അദ്ദേഹത്തിന്. കാരണം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അത്രത്തോളം വലുതാണ്. വ്യക്തിത്വമാണല്ല ബഹുമാനം. അതെ, സാധ്യതയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ നമ്മളെ സിനിമ ലോകത്തിനല്ല കാണുന്നത്, രാഷ്ട്രീയം ഇവിടെ വേറെയാണ്. അവിടെയാണ് രാഷ്ട്രീയത്തിന് മേലെ അവരെയാണ് ആരാധിക്കുന്നത്. അപ്പോൾ അവർ ഏത് പാർട്ടിക്ക് എന്നാലും അവർ ജയിക്കും.
അവിടെ ഇപ്പോൾ രജനീകാന്ത് വന്നിട്ട് വിജയിൻ്റെ മേലെത്തും. കേരളത്തിൽ നല്ല സാധ്യതയില്ല. ഇല്ല, ഇവിടെ ഇനി മമ്മൂട്ടി എന്നാലും മോഹൻലാൽ എന്നാലും ശരി, ഓർക്ക് നടന്മാരായിട്ടാണ് പോവാം. കാരണം ഇവിടെ അതിനു മുമ്പ് മമ്മൂട്ടി നമ്മളെ ചൂരൽമലൻ്റെ പ്രശ്നത്തിൽ ഇടപെട്ടിങ്ങല്ലോ, അങ്ങനെ കുറേ ആൾക്കാർ ഇടപെട്ടിന് അത് പറഞ്ഞാണ്ട്. അപ്പോൾ അത് ഇവിടെ ആവില്ലെന്നാണ് നമ്മളതിൽ. ഇത് തോന്നുന്നില്ല. ഇവർക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ചിലപ്പോൾ നിൽക്കും. ഇപ്പം വയനാട്ടിലെങ്ങാണ്ട് പുതിയ ഇത് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. മേ ബി ചാൻസ് വരും. കുറേ സീറ്റൊക്കെ പിടിച്ചു മാറ്റാനുള്ള ഒരുപാട് ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് കുറച്ച് പേര്. TVKയുടെ ആൾക്കാർ ഇനി നെക്സ്റ്റ് ഇലക്ഷൻ തൊട്ടത് മേ ബി കാണും സീറ്റ് പിടിക്കാൻ ചാൻസ് ഉണ്ട്. വിജയുടെ പാർട്ടി നിലവിൽ നമ്മുടെ ഇതിൽ കോൺഗ്രസ് ആൻഡ് കമ്മ്യൂണിസ്റ്റാണ്. പുതിയൊരു ഇത് വരാൻ ഇത്ര ബുദ്ധിമുട്ടായി. കേരളത്തിൽ പുതിയ പാർട്ടിയല്ല വരികയാണ്, പുതിയതായിട്ട് വരികയല്ലേ. അത് ജയിക്കാൻ സാധ്യതയുണ്ടോയെന്ന് ജനങ്ങളെ തീരുമാനിക്കണം. വിജയുടെ ഒരു ഇമ്പാക്റ്റ് അനുസരിച്ച് കേരളത്തിലത് സക്സസ്ഫുൾ അല്ല. തമിഴ്നാട് ഓക്കെ, കേരളത്തിൽ അങ്ങനെ ഒരു സക്സസ്ഫുൾ കിട്ടുമെന്ന് അറിയില്ല. തീർച്ചയായിട്ടും ഇപ്പം വിജയ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ ഇപ്പം ഒരു പാർട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ 2 വർഷമായിട്ട് പുള്ളിക്കാരൻ നല്ലൊരു ഇതാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു എന്താണെങ്കിലും ഒരു സിനിമയുടെ ആക്ടറുണ്ടായത് കാരണം അത്യാവശ്യം നല്ല പൊളിറ്റീഷ്യനൊക്കെ ഉണ്ട്. നാട്ടിലെയും കേരളത്തിലെയും ജനങ്ങളുടെ കാഴ്ചപ്പാട് രണ്ടാണ്. അവിടെ ഒരു സിനിമാടിനെ കൊണ്ടുവന്ന് ഒരു മുഖ്യമന്ത്രി ആക്കിയിരിക്കുക. പക്ഷേ ആ ഒരു കാഴ്ചപ്പാട് കേരളത്തിൽ ഒരു സിനിമാടിനെ നടിയെ മുഖ്യമന്ത്രി ആക്കാൻ ഒരു കാഴ്ചപ്പാട് ജനങ്ങൾക്ക് കാണത്തില്ല, വരത്തില്ല. അങ്ങനെ അവിടെ ഒരു വലിയൊരു ഇതായിട്ട് സിനിമാടിനെ കാണും. ആ രീതിയിൽ അവിടെ മുഖ്യമന്ത്രി ആക്കിയതാണ്. കേരളത്തിൽ അങ്ങനെ വരാൻ ഒരിക്കലും ചാൻസ് കുറവാണ്. വിജയ്ക്ക് ഇപ്പോൾ കേരളത്തിൽ വന്നിട്ട് ഒരു രാഷ്ട്രീയ കക്ഷി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വിജയ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ജയിച്ച് മുഖ്യമന്ത്രിയായി ഇല്ലേ? അതൊന്നും ആ നല്ല ഭരണമൊന്ന് കാഴ്ചവെച്ചിട്ട് പോരെ ഈ കേരളത്തിലേക്ക് വരാനായിട്ട്? അതല്ലേ നല്ലത്. ഈ ലോകമെമ്പാടും പിടിച്ചടക്കണമെന്നുള്ള ഒരു ധാരണ വിജയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമാണത്. ഇപ്പോൾ കിട്ടിയ അവസരം നന്നായിട്ട് വിനിയോഗിക്കട്ടെ, അതാണ് വേണ്ടത്. ഇപ്പോഴും പൂർണ്ണ സീറ്റൊന്നും കിട്ടിയിട്ടില്ല ഇല്ലേ? അവിടുന്ന് ഇവിടുന്നൊക്കെ വലിച്ചു വാരിയല്ലേ ഇട്ടേക്കണത്. ഏക കക്ഷിയായിട്ട് ഭരിച്ച് കാണിക്കട്ടെ. എന്നിട്ട് മറ്റുള്ള സ്റ്റേറ്റിലേക്കൊക്കെ പോയി അവിടെ നമുക്ക് രൂപീകരിക്കാം. അതാണ് അതിൻ്റെ ശരി.